Meet the editors. ഹലോ, ഗുഡ് ഈവനിംഗ്. പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. CPM മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി BJPയിലേക്ക് നാളെ രാവിലെ അംഗത്വം സ്വീകരിക്കും. ആലോചിച്ചെടുത്ത തീരുമാനമാണെന്നും നരേന്ദ്രമോദിയുടെ നേതൃപാടവത്തിൽ ആകൃഷ്ടനായെന്നും മധു മുല്ലശ്ശേരി. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ദിവസം സമ്മേളനത്തിനിടെ ജോയിക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങളുടെ അടിസ്ഥാനം എന്തെന്ന ചോദ്യം മാത്രം ബാക്കി. പാർട്ടി വിടാനുറച്ച ശേഷമുള്ള പഴിചാരൽ മാത്രമായിരുന്നു അത്. രാഷ്ട്രീയത്തിലെ കൂടുവിട്ട് കൂടുമാറ്റത്തിൽ പുതുമയില്ല. ധാർമ്മികതയ്ക്കിടമില്ലാത്ത അധികാര രാഷ്ട്രീയത്തിന്റെ വക്താക്കൾക്ക് പ്രത്യേകിച്ചും. ഇന്നലെ വരെ ഫാസിസത്തിനെതിരായ പോരാട്ടത്തിൽ, ഇന്ന് നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ച് രംഗത്ത്, നാളെ BJPയിൽ അംഗത്വം. ഏരിയ സെക്രട്ടറി ആയ കാലത്തെ BJP ചായ്വുണ്ടെന്ന് ആക്ഷേപം. തെരഞ്ഞെടുപ്പ് കാലത്തെ സഹകരണത്തിനപ്പുറത്തേക്ക് രാഷ്ട്രീയ ദിശാബോധം മാറിയോ? മധു മുല്ലശ്ശേരിയുടെ പടിയിറക്കം പാർട്ടിയെ ബാധിക്കില്ലെന്ന് CPIM. പ്രഖ്യാപനത്തിന് പിന്നാലെ BJP നേതാക്കൾ മധുവിന്റെ വീട്ടിൽ. ഒറ്റ ദിവസം കൊണ്ട് ആശയവൈരികളോടൊപ്പം ചേരാൻ ഒരു സഖാവിനാകുമോ? 4 പതിറ്റാണ്ട് കാലം നിലനിന്ന പ്രസ്ഥാനത്തെ ഇത്ര പെട്ടെന്ന് തള്ളിപ്പറയാനാകുമോ? പടിയിറക്കത്തിന് കാരണം പാർട്ടിക്കകത്തെ അസ്വാരസ്യം തന്നെയോ? ജോയിയെ വിമർശിച്ചത് BJP ബന്ധം മറയ്ക്കാനോ? BJP പ്രവേശന തീരുമാനം പൊടുന്നനെയുണ്ടായതോ? വഴിയൊരുക്കിയോ ഇറക്കം? വഴിയൊരുക്കിയാണോ ഇറക്കം എന്ന് ചോദിച്ചത് പാർട്ടിക്കുള്ളിൽ മധു മുല്ലശ്ശേരി BJPയിലേക്ക് പോകാൻ അതാണ് കടകംപള്ളി പറഞ്ഞത്, ജോയ് പറഞ്ഞത്. ആണോ പോയത്? വഴിയൊരുക്കിയാണ് എന്നാണ് പാർട്ടി മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെ ആയിരിക്കണം. കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പിറ്റേ ദിവസം തന്നെ BJPയിലേക്ക് പോവുക, നാളെ ഇപ്പോൾ അംഗത്വം സ്വീകരിക്കുകയാണല്ലോ കെ സുരേന്ദ്രനിൽ നിന്നും. അങ്ങനെ വേണം മനസ്സിലാക്കാൻ. ഇതിപ്പോൾ നോക്കൂ, ഒരു വർഷം കാലമായി തനിക്ക് അവഗണന ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു വർഷക്കാലത്തെ അവഗണനയിൽ ഏത് സമയത്താണ് തീരുമാനമുണ്ടാകുന്നത്? ആ സ്ഥാനം നഷ്ടപ്പെടുമ്പോഴാണല്ലോ. അദ്ദേഹത്തിന് 8 വർഷം ലോക്കൽ സെക്രട്ടറിയായും 6 വർഷം ഏരിയ സെക്രട്ടറിയായിട്ടും നേതൃതലത്തിൽ പ്രവർത്തിക്കാൻ സാധിച്ചു. ഏരിയ സെക്രട്ടറി എന്നൊരു ചെറിയ പദവിയല്ല, അവരുടെ CPMൻ്റെ സംഘടനാ സംവിധാനത്തിൽ ചെറിയൊരു പൊസിഷനല്ല. അപ്പോൾ ആ ഒരു പൊസിഷനിൽ ഇരുന്നു കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. 42 വർഷമായി ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന ഒരാൾ ഒരു ഒറ്റ ദിവസം ആ സ്ഥാനം നഷ്ടപ്പെടുമ്പോൾ ഞാനിതാ പുറത്തേക്ക് പോകുന്നു എന്ന് പറയുകയും അടുത്ത 2ാമത്തെ ദിവസം BJPയിലേക്ക് പോവുകയും ചെയ്യാൻ കഴിയുന്നത്ര കാര്യങ്ങൾ എളുപ്പമായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അത് അലാമിംഗ് സിറ്റുവേഷനാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇത് സമ്മേളന കാലയളവിൽ ഉറപ്പായിട്ടും അതൊരു തിരുത്തൽ നടപടികളൊക്കെ ഉണ്ടാകുന്ന കാലമാണ്. നമ്മളെ സംബന്ധിച്ച് നോക്കൂ, ഇപ്പോൾ മാധ്യമങ്ങൾ ഇപ്പോൾ സമ്മേളനം മുമ്പ് എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്? സമ്മേളനം എന്ന് പറയുന്നത് സംസ്ഥാന സമ്മേളനം, അല്ലെങ്കിൽ കൂടിപ്പോയാലൊരു ജില്ലാ സമ്മേളനം തൊട്ട് റിപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ അങ്ങനെയല്ല. ബ്രാഞ്ച്, ഏരിയ ഒക്കെ നമ്മൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൂടുതൽ പാർട്ടിയുടെ ഈ സമ്മേളന കാലയളവിലേക്ക് പോകുന്നതോടുകൂടി ഈ തരത്തിലുള്ള വാർത്തകൾക്ക് കൂടുതൽ പ്രാധാന്യം വരികയാണ്. പക്ഷേ BJP ആകട്ടെ അപ്പുറത്ത് കൃത്യമായി റെഡിയായി നിൽക്കുന്നു വരുന്നവരെ മുഴുവൻ സ്വീകരിക്കാൻ. ഇപ്പോൾ ബിപിൻ സി ബാബു ആയാലും ഇപ്പോൾ മധു മുല്ലശ്ശേരി ആയാലും ഒരേ രീതിയിലാണ് പ്രതികരിക്കുന്നത്. മോദിയുടെ വികസന നയങ്ങളിൽ ആകൃഷ്ടരായി എന്ന ഈ 3ാം ടേമിലേക്ക് എത്തുമ്പോഴാണ് ഇവരൊക്കെ ആകൃഷ്ടരായത് എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. അതുവരെ സ്ഥാനങ്ങളുണ്ടായിരുന്നു. അപ്പുറത്ത് CPMനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം CPM പരിശോധിക്കേണ്ടത്, ഇത്ര വർഷക്കാലം CPMൽ സംഘടനാ പദവിയിലിരുന്ന ഒരു വ്യക്തിക്ക് വളരെ പെട്ടെന്ന് BJPയെ പ്രകീർത്തിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ്. മധു മുല്ലശ്ശേരി ഇപ്പോൾ നടത്തുന്ന പ്രതികരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെ ആറ്റിങ്ങലിൽ BJPയും CPM തമ്മിൽ 2000 വോട്ടിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. ജോയ്ക്കാകട്ടെ സ്വന്തം ബൂത്തിൽ പോലും BJPയാണ് അവിടെ മുന്നിട്ട് നിന്നത് എന്നൊരു കാര്യം അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. പിന്നെ അദ്ദേഹം പ്രതികരിച്ച ഒരു കാര്യം, ജാതി ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന ആൾ, 42 വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന ഒരാൾ പറയുന്നൊരു പ്രതികരണമായി എനിക്ക് തോന്നിയില്ല. ഞാൻ ഒരു നല്ല നായർ കുടുംബത്തിൽ ജനിച്ച ആളാണ് എന്ന് അദ്ദേഹം പറയുന്നു. എൻ്റെ കുടുംബത്തിന് ഇവിടെ അത്യാവശ്യം നല്ല സ്വാധീനമുണ്ട് എന്ന് പറയുന്നു. വേറൊരു
വേറൊരു ഘട്ടത്തിൽ ജാതി ഒരു വിഷയമാണെന്ന് പറയുന്നു. അപ്പോൾ അത് എവിടേക്ക് സ്വാധീനമുണ്ടാക്കാനുള്ള ശ്രമമാണ്, അല്ലെങ്കിൽ BJPക്ക് ആ തരത്തിൽ നായർ വോട്ടുകൾ അവിടെ പിടിച്ചു കൊടുക്കാനുള്ള കഴിവ് തനിക്കുണ്ട് എന്ന് അദ്ദേഹം ഒരുപക്ഷെ പറഞ്ഞു വെക്കുകയായിരിക്കാം. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന ഒരാളാണ് അത് പറയുന്നത് എന്നുള്ളത് മാത്രമല്ല, ഈ പറയുന്നതിൽ ശരിയുണ്ട് എങ്കിൽ CPM-നെ സംബന്ധിച്ച് അത് ആശങ്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ജോയിയെ പറ്റിയിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഒരു സുപ്രഭാതത്തിൽ ജില്ലാ കമ്മിറ്റിയിലേക്ക് വരികയാണ്. അതായത് നേരത്തെ സംസ്ഥാന സമ്മേളന പ്രതിനിധിയാകാതെ വന്ന ഒരാളാണ് എന്നുള്ളതാണ്. പക്ഷേ ജോയ് വന്ന ശേഷം തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക് നല്ല രൂപത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് സ്വീകാര്യനാക്കിയിട്ടുണ്ട്. തിരിച്ചു പറയുന്ന ആരോപണങ്ങൾ പരിശോധിക്കുന്നുണ്ടോ? ഈ പുറത്തു പോകുന്നവർ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ നേരത്തെ അതിനകത്തുണ്ടായി സംഭവിച്ച കാര്യങ്ങളാണ്. ആ സംഭവിച്ച കാര്യങ്ങൾ ഏത് ഘട്ടത്തിൽ പരിശോധിക്കുന്നു? ഇതൊക്കെ ഈ സമ്മേളന കാലയളവിലേക്ക് മാറ്റിവെച്ചതെന്ത്? ഇപ്പോൾ ജോയ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിന് BJPയുമായി നേരത്തെ ചർച്ചകളുണ്ടായിരുന്നു, BJPയുമായി സൗഹൃദം എന്ന രൂപത്തിലല്ല, നേരത്തെ ആലോചനകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ആലോചനയുണ്ടായിരുന്ന ആളെയാണോ ഇത്രയും ദിവസം ആ പൊസിഷനിൽ ഇരുത്തിയിരുന്നത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. സമ്മേളന കാലയളവിലേക്ക് അത് മാറ്റിവെക്കുന്നു, ആ സമയത്താകട്ടെ നടപടി എന്ന രൂപത്തിലേക്ക് BJPയിലേക്ക് പോകുന്ന ഒരാളെ ആ രൂപത്തിൽ കാണുമെന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. അത് CPM-നെ സംബന്ധിച്ചും വളരെ പ്രധാനമാണ്. എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരുന്നത് കോൺഗ്രസ് കുറച്ചു കഴിഞ്ഞാൽ BJP ആകുന്നു എന്നുള്ളതാണ്. നമ്മൾ ദേശീയ തലത്തിൽ അത് ശരിയാണെന്ന കണക്കുകൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എത്ര തോതിൽ കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് പോകുന്നു, അവിടെയൊക്കെ അവർക്കൊരു പൊസിഷൻ കിട്ടിയിട്ടുമുണ്ട്. പക്ഷേ കേരളത്തിലെ സ്ഥിതി അങ്ങനെയല്ലല്ലോ. കേരളത്തിലെ BJP ഒരു പ്രത്യേക രൂപത്തിൽ പ്രവർത്തിക്കുന്നു. നേതൃതലത്തിൽ തന്നെ ഒരാൾ മറ്റൊരാളെ തകർക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അവിടേക്ക് ഈ നേതാക്കൾ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വരുമ്പോൾ അവർക്ക് അവിടെ എന്താണ് ഒരു പൊസിഷൻ കിട്ടുക എന്നൊരു പ്രശ്നമുണ്ട്. നേരത്തെ പന്തളം സുധാകരൻ്റെ അനുജൻ ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ് കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് പോയത്. അദ്ദേഹം ഇപ്പോൾ എവിടെയുണ്ട്, അദ്ദേഹത്തിൻ്റെ പൊസിഷൻ എന്താണെന്ന് അറിയില്ല. പത്മജ വേണുഗോപാലിനെ കൊണ്ടുപോയത് വലിയ ആഘോഷമായിട്ടാണ്. പത്മജയും അതോടൊപ്പം തന്നെ AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണിക്ക് ഒരു പൊസിഷൻ കൊടുത്തു. പക്ഷേ അദ്ദേഹത്തിനെ ഇപ്പോൾ വാർത്തകളിൽ കാണുന്നില്ല. എന്തായാലും പത്മജ വേണുഗോപാൽ, ഞാൻ മനസ്സിലാക്കുന്നത് പത്മജ വേണുഗോപാൽ അല്പം നിരാശയിൽ തന്നെയാണ് എന്നുള്ളതാണ്. ഒരു വലിയ സ്ഥാനമൊക്കെ ആഗ്രഹിച്ചാണ് അവർ പോയിരുന്നത്. പക്ഷേ ഇതുവരെ അങ്ങനെയൊന്നും ഒരുങ്ങിയിട്ടില്ല എന്നുള്ളതും കേൾക്കുന്നു. അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപി BJPയിലേക്ക് വന്നു, സ്ഥാനാർത്ഥിയായി, ഇപ്പോൾ MP ആയി, ഇപ്പോൾ മന്ത്രിയായി എന്നൊക്കെ ഒരു വാദത്തിന് ഇപ്പുറത്ത് പറയാമെങ്കിലും അങ്ങനെയല്ല കോൺഗ്രസിൽ നിന്ന് പോയവരുടെ സാഹചര്യം എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ബംഗാളിലൊക്കെ ഒരുപാട് പേർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് തന്നെയാണ് BJPയിലേക്ക് പോയിട്ടുള്ളത്. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം വ്യത്യസ്തമാണ്. പക്ഷേ ഇവിടെ പ്രത്യയശാസ്ത്ര കെട്ടുപാടുകളില്ലാതെ CPM-ൽ നിന്നും ഇവിടെ അതാണല്ലോ കൃത്യമായി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ മറ്റൊരു രീതിയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് BJPയിലേക്ക് പോകാൻ ഒട്ടും താമസമില്ല എന്നുള്ളത് CPM-നെ സംബന്ധിച്ച് ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ബിപിൻ സി ബാബു ഭാര്യയെ പീഡിപ്പിച്ചയാളാണ്. മറ്റ് ലൈംഗികാരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ പാർട്ടി പരിശോധിച്ചതാണ്. ഭാര്യയുടെ പരാതി നേരത്തെ പാർട്ടിക്കും കിട്ടിയതാണ്, പോലീസിലും പരാതി ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഈ സംഭവങ്ങൾക്ക് ശേഷം BJPയിൽ പോയതിൻ്റെ രണ്ടാമത്തെ ദിവസം പോലീസ് കേസെടുത്തു എന്ന് വാർത്ത വരുമ്പോൾ അതിലൊക്കെ ഒരു പ്രതികാര നടപടിയുടെ സ്വഭാവം വരുന്നുണ്ട്. അങ്ങനെയല്ലല്ലോ, നേരത്തെ അത് ആ രൂപത്തിൽ അങ്ങനെ ഒരാളെ വേണ്ട എന്ന് തീരുമാനമെടുക്കാമല്ലോ. ഇതിൽ മധുവിൻ്റെ കാര്യത്തിൽ പോലും മധു മാത്രമേ പോകുള്ളൂ, മധുവിൻ്റെ മകൻ പോലും ഇല്ലല്ലോ എന്ന് പറയുന്നതിന് തൊട്ടു പിന്നാലെ മകൻ പോയി. മകനും DYFIയുടെ നേതാവായിരുന്നു. മകളുണ്ട്, മകൻ മിഥുനും മകൾ മാധുവും രണ്ടുപേരും പോയിരിക്കുന്നു. അപ്പോൾ അവർ മാത്രമല്ല, ഇനി അങ്ങോട്ട് ഒരുപാട് പേർ പോകാനിരിക്കുന്നു എന്ന് പറഞ്ഞു. സാമ്പത്തിക ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ജോയ്ക്കെതിരെയും മധു പറയുന്നു, മധുവിനെതിരെ ജോയ് പറയുന്നു. മധുവാണ് പാർട്ടിക്ക് പണമുണ്ടാക്കി കൊടുത്തത്, ആ ഫണ്ടിൽ കിടക്കുന്ന 27 ലക്ഷം രൂപ അത് എൻ്റെ അച്ഛനുണ്ടാക്കി കൊടുത്താണെന്ന് മധു പറയുന്നുണ്ട്. ഇതൊക്കെ വിഷയമായി അവിടെ നിൽക്കുകയാണ്. ഏതായാലും CPM-നെ സംബന്ധിച്ച് ഈ സമ്മേളന കാലയളവിൽ തിരുത്തലുകൾ നടത്തുന്നുണ്ട്. ഈ കരുനാഗപ്പള്ളിയൊക്കെ ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഓരോ സ്ഥലത്തെയും വിഷയം ഓരോ രൂപത്തിലാണ്. നമ്മൾ കണ്ടതാണ്. കരുനാഗപ്പള്ളിയിൽ മറ്റൊരു രൂപത്തിൽ, പാലക്കാട് മറ്റൊരു രൂപത്തിൽ. പാലക്കാട് മറ്റൊരു പാർട്ടി ഓഫീസ് തന്നെ തുടങ്ങിയിരിക്കുന്നു. അവിടെ പ്രശ്നം വന്നിരിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് വന്നിരിക്കുന്ന വ്യക്തിയെ പെട്ടെന്ന് സ്ഥാനം കൊടുത്തു എന്നുള്ളതാണ്. ഓരോ സ്ഥലത്തും ഓരോ വിഷയമാണ്. ചിലടത്ത് മണ്ണ് മാഫിയയും മറ്റ് അഴിമതി ആരോപണങ്ങളാണ്, ചിലയിടത്ത് ലൈംഗികാരോപണമാണ്. ഓരോ സ്ഥലത്തും ഓരോ വിഷയങ്ങളാണ്. ഇവിടെയൊക്കെ തിരുത്തി പോകാൻ പറ്റിയാൽ പാർട്ടിയെ സംബന്ധിച്ച് നല്ല കാര്യം. പക്ഷേ ഇതൊക്കെ വലിയ ചർച്ചയാകും. BJPയിലേക്ക് പോകുന്നവർക്ക് അവിടെ വലിയ സ്വീകരണം ലഭിക്കുന്നു. K. സുരേന്ദ്രൻ തന്നെ മാലയിട്ട് സ്വീകരിക്കുന്നു എന്നുള്ളിടത്ത് അതിനൊരു വാർത്താ പ്രാധാന്യം ലഭിക്കുന്നുണ്ട്. പിന്നെ നാളെ അവരെന്താണ് എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും മധു മുല്ലശ്ശേരിയുടെ മാറ്റത്തെ ഞാൻ കാണുന്നത് ഗൗരവമേറിയ ഒരു വിഷയമായിട്ട് തന്നെയാണ് CPM അതിനെ സമീപിക്കേണ്ടതെന്നാണ് എൻ്റെ പക്ഷം. അതിൽ ഒട്ടനവധി ഘടകങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത്, ഏതെങ്കിലും തരത്തിൽ മധു മുല്ലശ്ശേരി CPM-ന്
ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ, ലോക്സഭാ മണ്ഡലത്തിലോ ചിറയൻകീഴ് നിയമസഭാ മണ്ഡലത്തിലോ വലിയ നഷ്ടമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 648 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് വി ജോയിക്ക് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നഷ്ടപ്പെട്ടത്, അഥവാ അടൂർ പ്രകാശ് വിജയിക്കുന്നത്. അവിടെ വി മുരളീധരൻ 2 മണ്ഡലങ്ങളിലാണ് 1-ാം സ്ഥാനത്ത് വന്നത്. ഒന്ന് കാട്ടാക്കടയിലും മറ്റൊന്ന് ആറ്റിങ്ങലിലും. അവിടെ 2-ാം സ്ഥാനത്തും 3-ാം സ്ഥാനത്തുമായിരുന്നു UDF സ്ഥാനാർത്ഥിയും LDF സ്ഥാനാർത്ഥിയും. എന്നാൽ ഈ മധു മുല്ലശ്ശേരി പോയ ചിറയൻകീഴ് ലീഡ് ചെയ്തത് അടൂർ പ്രകാശാണ്. വർക്കലയിൽ മാത്രമാണ് വി ജോയിക്ക് ഏതെങ്കിലും തരത്തിൽ ലീഡ് നേടാൻ സാധിച്ചത്. അപ്പോൾ ചിറയൻകീഴ് BJPക്ക് വലിയ സ്വാധീനമുള്ളൊരു മേഖലയല്ല. പക്ഷേ അതേസമയം RSSന് ചിറയൻകീഴ് ക്ഷേത്രത്തിലടക്കം അവിടെ ശാഖ നടത്തുന്നതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ നമ്മൾ കണ്ടതാണ്. RSSന് അവിടെ വേരുകളുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ വലിയ രീതിയിൽ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ പെർസ്പെക്റ്റീവിൽ മധു മുല്ലശ്ശേരിയുടെ മാറ്റം CPMനെ ബാധിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. എന്നാൽ അതിൽ ഗൗരവമേറിയൊരു വിഷയമാണ്. ആത്യന്തികമായി പാർട്ടി ഇത് പരിശോധിക്കണം എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും CPMൻ്റെ 42 വർഷം അംഗമാവുകയും 8 വർഷം ലോക്കൽ സെക്രട്ടറി ആയിരിക്കുകയും 6 വർഷം ഏരിയ സെക്രട്ടറി ആയിരിക്കുകയും ചെയ്ത ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ പാർട്ടിയിലെ ജില്ലാ സെക്രട്ടറിക്കെതിരെ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാരോപിച്ച് 24 മണിക്കൂറിന് മുമ്പ് BJPയിലേക്ക് പോകാനൊരു തീരുമാനമെടുത്തിട്ടുണ്ടാവുക? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും ഇന്ത്യയിൽ സ്വീകരിച്ചിരുന്ന രാഷ്ട്രീയ നയം എന്ന് പറയുന്നത് ഒരേ സമയം ദേശീയ ബൂർഷ്വാസികളെ എതിർക്കുകയും അതേസമയം വർഗീയ രാഷ്ട്രീയത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുകയുമാണ്. ഒരു ഘട്ടമാകുമ്പോൾ BJP അധികാരത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ CPM വളരെ വ്യക്തമായി ആശങ്കയ്ക്കിടയില്ലാത്ത വിധം തന്നെ പറഞ്ഞു, പ്രഥമ ശത്രു വർഗീയതയാണ്, രണ്ടാമതാണ് ദേശീയ ബൂർഷ്വാസി. അതുകൊണ്ടാണ് ഇന്ത്യയിൽ തന്നെ CPM കോൺഗ്രസുമായി UPA കാലഘട്ടത്തിലടക്കം സഖ്യം ചേരാൻ തീരുമാനിക്കുന്നത് വർഗീയതയെ അകറ്റി നിർത്തുക എന്ന ആശയമാണ്. അപ്പോൾ ഒരു CPMകാരനാവുക എന്നാൽ സീറോ ടോളറൻസ് ടു കമ്മ്യൂണലിസം അഥവാ വർഗീയതയുടെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുക എന്ന നിലപാടാണ് എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും പ്രവർത്തകരും അണികളും ഉള്ളിൽ സൂക്ഷിക്കുന്ന ആദ്യത്തെ ആശയപരമായ അടിത്തറ. അതിനുശേഷമാണ് നിങ്ങൾ ലിബറൽ ആവണമോ, നിങ്ങളൊരു മുതലാളിത്ത പ്രോഡക്റ്റ് വേണമോ എന്നൊക്കെ രണ്ടാമത്തെ ചോദ്യം മാത്രമാണ്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് സഖാക്കളിൽ നിങ്ങൾ നോക്കിയാൽ അവരിൽ ഏറെക്കുറെ വലതുപക്ഷ വ്യതിയാനമുണ്ട് എന്ന് നമ്മൾ പറയുന്നത് പലപ്പോഴും അവർക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് മുതലാളിത്ത രാജ്യങ്ങളിൽ നിന്ന് മുതലാളിത്ത ആശയങ്ങളിൽ അവർ വളരെ പെട്ടെന്ന് പ്രലോഭിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു എന്ന അർത്ഥത്തിലാണ് നമ്മൾ പലപ്പോഴും വലതുപക്ഷ വ്യതിയാനമായി കണ്ടിരുന്നത്. എന്നാൽ വർഗീയ കക്ഷികളുമായി കൂട്ടുചേരാനും പ്രത്യേകിച്ച് BJPയിലേക്ക് ഹിന്ദുത്വ ആശയത്തിലേക്ക് 42 വർഷം CPMൻ്റെ ആശയ അടിത്തറയിൽ ഉണ്ടായിരുന്ന ഒരു ഏരിയ സെക്രട്ടറി അടക്കം മാറുക എന്ന് പറയുന്നത് ആ പാർട്ടിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെറ്റമോർഫോസിൻ്റെ, ആ പാർട്ടിയിലെ നേതൃനിരയിലും അണികളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാട് മാറ്റത്തിൻ്റെ അപകടകരമായ സൂചനയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പാർട്ടി നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പ്രത്യയശാസ്ത്ര നിലപാടുള്ളവർ പാർട്ടിയിൽ ദുർലഭമാവുകയും അവർ ഒരേ സമയം തന്നെ മുതലാളിത്ത ആശയങ്ങളുടെ പിന്നാലെ വഴിയൊരുക്കുകയും സംസ്ഥാനത്ത് തന്നെ മുതലാളിത്ത വികസനം എന്നതുകൊണ്ട് മാത്രമേ സംസ്ഥാനവും രാജ്യവും രക്ഷപ്പെടുകയുള്ളൂ എന്ന വികസനത്തിൻ്റെ കാഴ്ചപ്പാടിൽ CPM ഇതിനകം തന്നെ തളയ്ക്കപ്പെട്ടിരിക്കുന്നതാണ്. അങ്ങനെ തളയ്ക്കപ്പെട്ടിരിക്കുന്നൊരു പാർട്ടി ആകെ സ്വീകരിച്ചിരിക്കുന്നൊരു നിലപാട് ഈ വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാ സമരം ചെയ്യുക എന്നതാണ്. നോക്കൂ, ഇതേ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയാണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയത്. ഇതേ മധു മുല്ലശ്ശേരിയാണ് ഏക സിവിൽ കോഡിനെതിരെ രംഗത്ത് സമരം ചെയ്യാൻ വേണ്ടി വരുന്നത്. ഇതേ മധു മുല്ലശ്ശേരിയാണ് ബാബറി മസ്ജിദ് പൊളിച്ചതും അയോധ്യയിൽ ക്ഷേത്രം നിർമ്മിച്ചതിൻ്റെയും ഭാഗമായി പൊതുമധ്യത്തിൽ ജനങ്ങളോട് സംസാരിക്കാൻ വരുന്നത്. അതേ മധു മുല്ലശ്ശേരി എന്ന ഏരിയ സെക്രട്ടറി ഇന്ന് അതിനൊക്കെ കാരണക്കാരനായ ഒരു പാർട്ടിയുടെ അംഗമാകാൻ വേണ്ടി തീരുമാനിച്ച് നാളെ മാലയിട്ട് താമര അടയാളത്തിലേക്ക് മാറുകയാണ് എന്ന് പറയുമ്പോൾ അത് ഇത്രയും നാൾ ഇയാൾ പുലർത്തിയിരുന്ന പ്രത്യയശാസ്ത്രപരമായ ആശയപരമായ ഒരു സത്യസന്ധത അത് അയാൾക്കുണ്ടായിരുന്നോ എന്നൊരു സംശയമുണ്ടാകും. അയാൾ പ്രത്യയശാസ്ത്രപരമായി ഒരു കപട ആശയധാരി ആയിരുന്നു എന്ന് പോലും വിലയിരുത്തിയാൽ തെറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു ദിവസം കൊണ്ട് മാറുന്നതല്ല കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് ഹിന്ദുത്വ ആശയത്തിലേക്കുള്ള മാറ്റം എന്ന് പറയുന്നത്. അത് ഒന്നുകിൽ അയാൾ മാർക്സിസ്റ്റ്
ആശയത്തെ, കമ്മ്യൂണിസ്റ്റ് ആശയത്തെ അതൊരു സാമൂഹിക രാഷ്ട്രീയ ആശയം എന്ന നിലയിൽ ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാമ്പത്തികാശയം എന്ന നിലയിൽ അവിടെ നിൽക്കട്ടെ, കാരണം അത് പാർട്ടി എത്രയോ കാലം മുമ്പ് തന്നെ കൈയൊഴിഞ്ഞതാണ്. പക്ഷേ ഒരു സാമൂഹിക രാഷ്ട്രീയ ആശയം എന്ന നിലയിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസക്തി എന്ന് പറയുന്നത് സീറോ ടോളറൻസ് ടു കമ്മ്യൂണലിസം എന്നുള്ളതാണ്. വർഗീയതയ്ക്ക് സന്ധിയില്ലാത്ത വിധം നിലപാടെടുക്കുക എന്നുള്ളതാണ്. അവിടെ മധു മുല്ലശ്ശേരിയെ പോലുള്ളൊരു ഏരിയ സെക്രട്ടറി വളരെ പെട്ടെന്ന് BJP ക്യാമ്പിലേക്ക് പോകുന്നു എന്നുള്ളത് ആശയപരമായൊരു മാറ്റമല്ല, അത് കൃത്യമായും ആമാശയപരമായ മാറ്റമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ മധു മുല്ലശ്ശേരി ഇന്ന് രാവിലെ ഞാനുമായി സംസാരിക്കുന്ന സമയത്ത് എൻ്റെ പല ചോദ്യങ്ങൾക്കും അദ്ദേഹം ഉത്തരം പറയാൻ ശ്രമിച്ചത് കൗതുകകരമായിട്ടാണ്. അതിലൊരു ചോദ്യം ഞാൻ ചോദിച്ചത്, അങ്ങ് എതിർത്ത വിഷയങ്ങളിൽ ഇനി അങ്ങേക്ക് മറിച്ചൊരു തീരുമാനം എടുക്കേണ്ടി വരില്ലേ? അപ്പോൾ പറയുന്നത്, എന്ത് ചെയ്യാം, അങ്ങനെ ആയിപ്പോയി സാഹചര്യം. എന്ത് സാഹചര്യമാണ് ഉണ്ടായത്? കേരളത്തിലോ ഇന്ത്യ രാജ്യത്തോ മറ്റൊരു സ്ഥിതിവിശേഷം രൂപപ്പെട്ടിട്ടില്ല. ഇന്ത്യ രാജ്യത്താണെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ളൊരു ജനവിധി ശക്തമായൊരു പ്രതിപക്ഷത്തെ സമ്മാനിച്ചിരിക്കുന്ന സമയം കൂടിയാണ്. അവിടെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ മൂന്നാം ഊഴത്തിൽ ശക്തമായൊരു ഇന്ത്യ മുന്നണിയെ നിങ്ങൾക്ക് പാർലമെൻറ്റിൽ കാണാം. അപ്പോൾ രാജ്യത്ത് അങ്ങനെയൊരു സ്ഥിതിവിശേഷം സംജാതമായിട്ടില്ല. മോദിയുടെ ജനപ്രീതിയിൽ വലിയ ഇടിവ് സംഭവിച്ചു എന്നുള്ളത് വാരണാസിയിൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം തന്നെ സൂചിപ്പിക്കുന്നു. അപ്പോൾ രാജ്യത്തൊരു മാറ്റം സംഭവിച്ചതായി നമുക്കറിയില്ല. കേരളത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? കേരളത്തിലും ആ രീതിയിൽ BJP ഒരു വലിയ ആകർഷണീയമായൊരു ആശയം മുന്നോട്ട് വെച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടാക്കി എന്നത് ഒഴിച്ചു നിർത്തിയാൽ, ഇലക്ടറൽ വോട്ടിൻ്റെ കാര്യത്തിൽ വർധനവുണ്ടായി എന്നത് ഒഴിച്ചു നിർത്തിയാൽ, കേരളത്തിലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് പാർട്ടി വിടേണ്ട അല്ലെങ്കിൽ BJPയിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ ആശയപരമോ നേതൃപരമോ ആയിട്ടുള്ള ഒരു ആകർഷണീയതയും കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, വി ജോയ് എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറിക്കെതിരെ തനിക്കുണ്ടായിരുന്ന വ്യക്തിപരമായ വിയോജിപ്പുകൾ BJPയിലേക്കുള്ള വഴിയായി വെളിച്ചമായി അദ്ദേഹം കാണുകയും ആ താക്കോൽ ഉപയോഗിച്ച് തുറന്ന് അയാൾ കയറിപ്പോയി. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, എന്തുകൊണ്ടായിരിക്കും കമ്മ്യൂണിസ്റ്റ് നിലപാടുള്ള ഒരു നേതാവ് BJP തിരഞ്ഞെടുത്തത് കോൺഗ്രസ് തിരഞ്ഞെടുക്കാതെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് രണ്ട് കാരണങ്ങളാവാം. ഒന്ന്, കോൺഗ്രസിലേക്ക് പോയാൽ ഏതു നേതാവിൻ്റെ പക്ഷം നിൽക്കണം, BJPയിലേക്ക് പോയാൽ നേതാവിൻ്റെ പക്ഷമൊക്കെ കേരളത്തിലുണ്ടെങ്കിലും അതൊരു കേഡർ പാർട്ടിയാണ്. അപ്പോൾ ഒരു കേഡർ പാർട്ടിയിൽ പ്രവർത്തിച്ച് പരിചയശീലമുള്ള തനിക്ക് BJP വഴങ്ങും എന്നതാണോ ഇനി മധു കരുതിയിട്ടുണ്ടാവുക? രണ്ടിടത്തും ഓഫർ ഉണ്ടായിരുന്നു എന്നാണ് മധു പറയുന്നത്. പക്ഷെ മധുവിനെ ഈ BJPയിലേക്ക് കൊണ്ടുപോയത് ഇതൊന്നുമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. BJP കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയാണ് എന്നുള്ളത് കൊണ്ടാണ് മധു ആ BJP എന്ന പാർട്ടിയിലേക്ക് പോകാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണമായി ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തത്, അദ്ദേഹം ആവർത്തിച്ചു പറയുന്നത് പോലെ എൻ്റെ മുല്ലശ്ശേരി കുടുംബം ഒരു വലിയ നായർ തറവാടാണ്, മുല്ലശ്ശേരി കുടുംബം എന്ന നായർ തറവാടാണ് എന്ന് പറയുമ്പോൾ കോൺഗ്രസിനേക്കാൾ കൂടുതൽ ചേരുക ആ സാമൂഹിക രാഷ്ട്രീയ സമവാക്യമാണെന്ന് മധു മുല്ലശ്ശേരി കരുതിയിട്ടുണ്ടാവണം. അപ്പോൾ ഇതിൽ CPM ആഴത്തിൽ പരിശോധിക്കേണ്ടത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾക്ക് പോലും താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രത്യയശാസ്ത്ര ആശയധാരയിൽ വ്യക്തതയുണ്ടാവാതിരിക്കുകയും അതിനെ പ്രാണവായു പോലെ ഒരു ശ്വാസം പോലെ ബുദ്ധില്ലാതൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ എപ്പോഴാണ് ഒരു രാഷ്ട്രീയ ആശയത്തിൽ, ഒരു കേഡർ പാർട്ടിയുടെ രാഷ്ട്രീയ ആശയത്തിൽ വിശ്വസിക്കുക? അതെപ്പോഴും നിങ്ങളൊരു മത്സ്യത്തെ പോലെ, വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു മത്സ്യത്തെ പോലെയാണ് നിങ്ങൾ പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ്. അത് BJPയിലാണെങ്കിൽ അങ്ങനെ, അവിടെ സാംസ്കാരിക ദേശീയതയാണ്. അത് CPMയിലാണെങ്കിൽ അത് വർഗസമരവും വർഗീയതയ്ക്കെതിരെയുള്ള സീറോ ടോളറൻസുമാണ്, വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമാണ്. അത് ഒരു മത്സ്യത്തിലെ, ഒരു ജലത്തിലെ മത്സ്യം പോലെ തന്നെ നിങ്ങൾക്ക് ശീലിക്കേണ്ട ഒന്നാണ്. അപ്പോൾ 42 വർഷമായി മധു മുല്ലശ്ശേരി എന്താണ് ശീലിച്ചത് എന്നുള്ളത് എന്നെ സംബന്ധിച്ച് അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. അത്ഭുതപ്പെടേണ്ടതല്ലേ? ഇങ്ങനെ പ്രത്യയശാസ്ത്ര ബോധ്യമില്ലാതെ നിൽക്കുന്ന ഒരാൾ ആണ് ഏരിയ സെക്രട്ടറി ആയിരുന്നതെന്ന ബോധ്യം ഉണ്ടായിട്ടില്ല. ഒന്ന് പാർട്ടിയിൽ നിങ്ങൾ സ്റ്റഡി ക്ലാസ് 1ാം റാങ്കിൽ പാസ്സാവണം എന്നില്ല ഏരിയ സെക്രട്ടറി ആവാൻ. അവിടെ സംഘാടക ശേഷി ഉണ്ടാവും, ഒപ്പം നിങ്ങളുടെ പാർട്ടിയോടുള്ള കമ്മിറ്റ്മെന്റ് നിങ്ങൾ പ്രഖ്യാപിക്കുന്നു. മിനിമം ധാരണയുണ്ടെന്ന് കരുതുകയല്ലേ സ്മൃതി? തീരുമാനമാണ് ഒരു ജില്ലാ ഏരിയ സെക്രട്ടറി എന്ന് പറയുന്ന ഒരാളെടുക്കുന്ന തീരുമാനമല്ലല്ലോ. അപ്പം ആ തീരുമാനം എന്ന് പറയുന്നത്, നിങ്ങൾ മികച്ച സംഘാടകരാകുമ്പോൾ ആ കമ്മിറ്റിയിൽ ഒരു പാനൽ അംഗീകരിക്കുന്നു, അയാൾ അവിടേക്ക് വരുന്നു, അയാൾ പാർട്ടി പറയുന്ന അതേ കാര്യങ്ങൾ അതേപോലെ തന്നെ പ്രവർത്തിക്കുന്നു. പാർട്ടി നേതൃസ്ഥാനത്തിരിക്കാനുള്ള യോഗ്യത സംഘാടന മികവ് മാത്രമല്ലല്ലോ. അല്ലല്ല, ഞാൻ പറഞ്ഞത് അവിടെ നിങ്ങൾ തെരഞ്ഞെടുത്ത് വരുന്നത് അങ്ങനെയാണ്. നിങ്ങൾ ഏരിയ സെക്രട്ടറി ആവുന്നത് എങ്ങനെ? 42 വർഷമായിട്ട് അയാൾ ഏരിയ സെക്രട്ടറിയാണ് ആയിരിക്കുന്നത്. അയാൾ അതിന് മുകളിലേക്കുള്ള പദവിയിൽ വരാത്തതിന് സ്വാഭാവികമായ കാരണം ഉണ്ടാവുമല്ലോ. നമ്മൾ ഇന്നേ വരെ മധു മുല്ലശ്ശേരിയെ ഒരു പ്രഭാഷണം കേട്ടിട്ടുണ്ടോ? മധു മുല്ലശ്ശേരി ഒരു ടെലിവിഷൻ ചർച്ചയെ കണ്ടിട്ടുണ്ടോ? കാരണം എന്താ? അത്രയും കാര്യങ്ങൾ പറയാനുള്ള പ്രത്യയശാസ്ത്ര ബോധ്യം അയാൾക്കില്ല എന്നുള്ളത് ഒരുപക്ഷെ അംഗങ്ങൾക്ക് ഉറപ്പുണ്ടാവും. പക്ഷേ അയാൾ ആ പാർട്ടിയോട് പുലർത്തുന്ന, സംഘടനയോട് പുലർത്തുന്ന ഒരു കുറിവുണ്ടല്ലോ, ആ സംഘടനാ ചട്ടക്കൂടിനുള്ളിൽ അയാൾ നിന്നിട്ടുണ്ടാവാം. ആ സംഘടനാ ചട്ടക്കൂടിൽ നിന്നതുകൊണ്ടായിരിക്കുമല്ലോ അയാൾ ഇത്രയും കാലം അവിടെ തുടർന്നത്. അവിടുത്തെ നേതാക്കളെ അയാളെ പിന്തുണച്ചതും അതുകൊണ്ടായിരിക്കുമല്ലോ.
അതുകൊണ്ടാണ് അയാൾ തുടർച്ചയായി 2 വർഷം ഏരിയ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നതും. അതുകൊണ്ട് CPM ആഴത്തിൽ പരിശോധിക്കേണ്ട വിഷയം നേരത്തെ സൂചിപ്പിച്ച വളരെ എളുപ്പം ഒരു കമ്മ്യൂണിസ്റ്റ് വിശ്വാസത്തിൽ നിന്ന് BJPയുടെ രാഷ്ട്രീയ ധാരയിലേക്ക് മാറാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ അത് ത്രിപുരയുടെ, വെസ്റ്റ് ബംഗാളിൻ്റെ സൂചകമാണ് നമ്മുടെ മുന്നിലുള്ളത്. കേരളത്തിലും അത് സാധ്യമാണ് എന്ന് തെളിയിച്ചിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ഇതിൽ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിന് വിമർശിക്കാനുള്ള കാര്യമുണ്ടോ? കോൺഗ്രസിന് വിമർശിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ അപ്പോഴും കേരളത്തെ ഭരിച്ച 3 പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിമാരുടെ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മക്കൾ ഇപ്പോൾ ഇരിക്കുന്നത് BJPയിലാണ്. ഒന്ന് മോഹൻ ശങ്കർ, R. ശങ്കറുടെ മകനാണ്. 2006 കൊടുങ്ങല്ലൂരിൽ നിന്ന് താമര അടയാളത്തിൽ വിജയിച്ചു വന്നയാളാണ് മോഹൻ ശങ്കർ. മറ്റൊന്ന് നമ്മുടെ അനിൽ ആന്റണി, AK ആന്റണിയുടെ മകനാണ്. മറ്റൊന്ന് ലീഡർ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാലാണ്. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാരുടെ കുടുംബങ്ങളിൽ തന്നെയുള്ള ഏറ്റവും പ്രമുഖരായിട്ടുള്ളവർ തന്നെ BJPയിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി CPMൽ നിന്ന് മാറിയ ആളുകളുടെ ചരിത്രമോ, CPMൽ നിന്ന് മാറിയതും BJPയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും CPMലേക്ക് വന്നിരിക്കുന്നവരുടെയുമായ ചരിത്രവും കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയ 2ാം നിര നേതൃത്വത്തിൻ്റെ ചരിത്രവും കൂടി എടുക്കണം. രാമൻ പിള്ള ഇപ്പോൾ BJPയിലേക്ക് പോയി, എവിടെയാണെന്ന് ആർക്കും അറിയില്ല. പ്രമീള ദേവി BJPയിലേക്ക് പോയി കോൺഗ്രസിൽ നിന്ന്, എവിടെയാണെന്ന് ഒരു പിടിയും ആർക്കുമില്ല. KS രാധാകൃഷ്ണൻ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയി, അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചു, അവിടെ അദ്ദേഹമുണ്ട്. സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചു, അവിടെയുണ്ട്. അത് കഴിഞ്ഞാൽ അബ്ദുള്ള കുട്ടി അവിടെ പാർട്ടി പൊസിഷൻ ഹോൾഡ് ചെയ്തു. അബ്ദുള്ളക്കുട്ടി CPMൽ മത്സരിച്ചു, നരേന്ദ്രമോദിയെ വിമർശിച്ചതിന് പാർട്ടി പുറത്താക്കി, കോൺഗ്രസിലെത്തി. കോൺഗ്രസിൽ നിന്ന് വീണ്ടും നരേന്ദ്രമോദിയെ പുകഴ്ത്തിയതിൻ്റെ പേരിൽ അവിടെ നിന്ന് പുറത്താക്കി BJP ക്യാമ്പിലെത്തി. അപ്പോൾ ഈ അൽഫോൺസ് കണ്ണന്താനം CPMൽ നിന്ന് BJPയിലേക്ക് എത്തി, കേന്ദ്രമന്ത്രിയാക്കി, അദ്ദേഹത്തെ മത്സരിപ്പിച്ചു, വീണ്ടും പരാജയപ്പെട്ടു. ഇപ്പോൾ അൽഫോൺസ് കണ്ണന്താനം എവിടെയാണെന്ന് നമുക്ക് നിശ്ചയില്ല. ആ അർത്ഥത്തിൽ അകന്നു നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ പാർട്ടി മാറ്റങ്ങൾ സ്വാഭാവികം. ഇനി കോൺഗ്രസിൽ നിന്ന് CPMലേക്ക് വന്നവരുണ്ട്. കോൺഗ്രസിൽ നിന്ന് CPMലേക്ക് വന്ന ഒരു നേതാവ് ഇപ്പോൾ പ്രശാന്ത്, ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റാണ്. KP അനിൽകുമാർ KPCCയുടെ ഭാരവാഹിയായിരുന്നു. അദ്ദേഹത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് തലപ്പത്ത് നിർത്തിയിട്ടുണ്ട്. മറ്റൊരു നേതാവ് റോസക്കുട്ടി, ലതിക സുഭാഷിന് കേരള വനം വികസന വികസന കോർപ്പറേഷന്റെ ചുമതല നൽകിയിട്ടുണ്ട്. അപ്പോൾ അർഹമായ 10 വർഷം BJP രാഷ്ട്രീയത്തെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് വന്നയാളാണ് പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരിക്കുന്ന OK വാസു എന്ന് പറയുന്നത്. അങ്ങനെ പാർട്ടികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ ഉണ്ടാകും. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഒരു ഏരിയ സെക്രട്ടറിക്ക് BJPയിലേക്ക്, അതും പാർട്ടി ജില്ലാ സെക്രട്ടറിയോടുള്ള വിയോജിപ്പ് മൂലം പോകണമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പ്രത്യയശാസ്ത്രപരമായ ഒരു വിയോജിപ്പുമില്ല. അദ്ദേഹത്തിന് ആകെയുള്ളത് നരേന്ദ്രമോദി ഇഷ്ടമാണോ? എല്ലാവരും പറയുന്നൊരു ഇങ്ങോട്ട് വരുമ്പോൾ പറഞ്ഞു കൊടുത്തിരിക്കുന്ന സിംഗിൾ ക്യാപ്സ്യൂളാണ്. BJPയിലേക്ക് പോകാൻ എന്താ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്? മോദിയുടെ ലീഡർഷിപ്പ് എന്നുള്ളതാണ്. മോദിയുടെ ലീഡർഷിപ്പിനുള്ള ജനപിന്തുണ കുറഞ്ഞതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് വാരണാസിയിൽ ഭൂരിപക്ഷം കുറയുകയും ഈ ഒരു ശക്തമായ പ്രതിപക്ഷം പാർലമെന്റിൽ ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ആ മോദിയുടെ ലീഡർഷിപ്പിലാണ് അദ്ദേഹം പോകുന്നത്. വികസനം എന്ന വിഷയത്തിൽ ഊന്നി പോകുമ്പോൾ പിന്നെ മറ്റേതിൽ മറുപടി പറയണ്ടല്ലോ. നിങ്ങൾ നാട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നോക്കൂ, ഇത് CPM നേരത്തെ തന്നെ കോംപ്രമൈസ് ചെയ്തതാണ്. നാടിൻ്റെ മുതലാളിത്ത വികസനത്തിലൂടെ മാത്രമേ നാടിന് രക്ഷയുള്ളൂ എന്നുള്ളത് പാർട്ടിക്ക് തത്വത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ അംഗീകരിക്കേണ്ടി വന്ന ഒരു ആശയമാണ്. എന്നാൽ ഇപ്പോഴും വർഗീയതയോട് സന്ധി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആ പാർട്ടിയെ മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാക്കി നിർത്തുന്നത്. അഥവാ BJP മൈനസ് ഹിന്ദുത്വ മൈനസ് ഇന്റർനാഷണൽ കോൺഗ്രസ് ഈസ് ഈക്വൽ ടു CPM എന്നുള്ളതാണ് എൻ്റെ ഫോർമുല. നിങ്ങൾ ഇന്റർനാഷണൽ കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ BJPയിൽ നിന്ന് നിങ്ങൾ ഹിന്ദുത്വത്തെ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ അവശേഷിക്കുന്ന ഇന്റർനാഷണൽ കോൺഗ്രസ് ആയിരിക്കും. ആ ഇന്റർനാഷണൽ കോൺഗ്രസും CPMും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളതാണ് അടിസ്ഥാനമായിട്ടുള്ള ചോദ്യം. ആ ഹിന്ദുത്വം നിൽക്കുമ്പോഴാണ് അതൊരു BJP ആവുന്നത്. അതൊരു ഹിന്ദുത്വം എടുത്തു മാറ്റിയാൽ സാമ്പത്തിക ആശയങ്ങളിൽ കോൺഗ്രസും BJPയും ഒരേ പാലത്തിൽ നിൽക്കുന്നതായിട്ട് കാണാം. ഒരു പരിധിവരെ CPMനും ഇന്ത്യയുടെ സാമ്പത്തിക പരിതസ്ഥിതിയിൽ മറ്റു വഴികളില്ലാത്ത വിധം നിൽക്കുന്നു. ചില സാമൂഹ്യക്ഷേമ പദ്ധതികൾ മാത്രമാണ് അതിനെ വ്യത്യസ്തമാക്കുന്നത് എന്നാണ്. അപ്പോൾ ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ മധു മുല്ലശ്ശേരിയുടെ പോക്ക് അദ്ദേഹം അതിനുള്ളിലിരുന്ന് വഴി വെട്ടിയിട്ടുണ്ടോ എന്ന് നിശ്ചയമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് വഴി വെട്ടിയിട്ടില്ല എന്നാണ്. കാരണം അദ്ദേഹം പാനൽ കൊടുത്തു, ഏരിയ സെക്രട്ടറി എന്ന നിലയിൽ തന്നെ പരിഗണിക്കുമെന്ന് അദ്ദേഹം കരുതി. പക്ഷേ അദ്ദേഹത്തിനെതിരെയുള്ള ശക്തമായ വിയോജിപ്പ് പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞു. ജലീലിൻ്റെ പേര് മംഗലപുരത്ത് മറ്റംഗങ്ങൾ ഉന്നയിച്ചു. അവിടെ ഭൂരിപക്ഷം കിട്ടിയ ആളെ ഏരിയ സെക്രട്ടറി ആക്കുന്നു. അത് ജനാധിപത്യമാണ്. ആ ജനാധിപത്യത്തെ അംഗീകരിക്കാനുള്ള ബാധ്യത മധു മുല്ലശ്ശേരിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് താൻ വിജയിക്കുമെന്ന് അവസാനം വരെ കരുതി തൻ്റെ പാനൽ അംഗീകരിക്കുമെന്ന് കരുതിയ മധു മുല്ലശ്ശേരി പാർട്ടി വിട്ടിറങ്ങിയപ്പോൾ ബിജുയെ കുറ്റം പറയുന്നു. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ആരാധകനായി മാറുന്നു, BJPയിലേക്ക് പോകുന്നു. അതുകൊണ്ട് വഴിയൊന്നും അദ്ദേഹം വിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CPMൽ ഇരുന്നുകൊണ്ട് അങ്ങനെ വഴിവിട്ടുക അത്ര എളുപ്പവുമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. Meet the editors.